ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 SUVസിനെ പറ്റിയാണ്. നമ്മളിപ്പം ടോപ്പ് 10 കാർസും അതുപോലെ ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റ കമ്പനികളൊക്കെ നോക്കി. ഇനിയിപ്പോൾ ഇത് നോക്കാം. ഇവിടെ 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കാർ നമ്മുടെ മഹീന്ദ്രയുടെ XUV 3XO ആണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ 13th പൊസിഷനിലായിട്ട് XUV 700 ഉണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ 6800 അടുത്തായിരുന്നു. ഇതിപ്പം XUV 3XO 7055 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. മാർച്ച് 2024 നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്. 2072 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അപ്പം ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 4983 വാഹനങ്ങളുടെ വ്യത്യാസവും 240.49% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതിനാണ് വന്നിരിക്കുന്നത്. റീസൺ വളരെ സിമ്പിളാണ്. 3XO ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല, 300 ആയിരുന്നു. അതും 300യുടെ അവസാന കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അവർ കുറച്ചായിരുന്നു. ഏപ്രിൽ 2024 3XO ഇറങ്ങുന്നത്. ഏപ്രിൽ 29, അതായത് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ലോഞ്ച് ആവുന്നത്. സോ മെയിനായിട്ട് മെയ് മുതലുള്ളത് കൂട്ടിയാൽ മതി 3XOയുടെ സെയിലായിട്ട്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ സെയിൽ ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അത് കിയയ്ക്ക് എപ്പോഴും ഒരു ബാലൻസ് ആണ്. സോണറ്റിൻ്റെ സെയിൽ കൂട്ടുകയാണ് സെൽട്ടോസിൻ്റെ കുറയ്ക്കും, സെൽട്ടോസിൻ്റെ കൂട്ടുകയാണ് സോണറ്റിൻ്റെ കുറയ്ക്കും. കഴിഞ്ഞ മാസം അവർ സോണറ്റിനെയാണ് കൂട്ടിയിരിക്കുന്നത്, സെൽട്ടോസിൻ്റെ അതുകൊണ്ട് കുറവാണ്. സോണറ്റിന് കഴിഞ്ഞ മാസം 7705 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. 2024 മാർച്ചിൽ 8750 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1045 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 11.94% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിലെ ടോട്ടൽ 4 വാഹനങ്ങൾക്കാണ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ് എന്നും വേണമെങ്കിൽ പറയാം. സിറോസ് വന്നതോടുകൂടി സോണറ്റിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സെയിൽ അധികം കുറഞ്ഞിട്ടില്ല. കാരണം കൂടുതൽ സെയിൽ ഇപ്പോഴും സോണറ്റിന് തന്നെയാണ് കിട്ടുന്നത്. സിറോസ് ഒരു 5000 to 6000 റേഞ്ചൊക്കെ ഉള്ളൂ. ഇതിനിപ്പോൾ അതിൽ കൂടുതലുണ്ട്. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ബൊലേറോ നിയോ രണ്ടും കമ്പൈൻഡ് സെയിലാണ്. കൂടുതൽ സെയിലും ബൊലേറോയ്ക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. നിയോ അങ്ങനെ വലിയ സെയിലുള്ളൊരു വണ്ടിയല്ല. ഇതിൻ്റെ തന്നെ നിയോ പ്ലസ് ഉണ്ട്, ഇതിൻ്റെ 9 സീറ്റർ വേരിയൻ്റൊക്കെ വെച്ച് വരുന്നത്. എനിവേ കഴിഞ്ഞ മാസം 8031 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ടോട്ടൽ ലഭിച്ചത്. മാർച്ച് 2024 10347 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 2316 വാഹനങ്ങളുടെ വ്യത്യാസവും 22.38% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ ബൊലേറോ സീരീസിൽ പെടുന്ന ഈ വണ്ടികൾ. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ തന്നെയാണ്. ഇത് ഥാറാണ്. അതായത് ഥാറിന് 3 ഡോറും അതുപോലെ റോക്സും രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിലാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 8936 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അതും വളരെ ഇമ്പ്രസീവാണ്. അതിൽ ഏറ്റവും കൂടുതൽ സെയിൽ റോക്സിന് തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്. കാരണം റോക്സ് വന്നതോടുകൂടെ 3 ഡോർ ഥാർ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ സെയിൽ കുറച്ച് കുറയും. മഹീന്ദ്രയിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഇപ്പോൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. എനിവേ നമ്മളിപ്പോൾ നോക്കാനാണെങ്കിൽ 6049 വാഹനങ്ങളുടെ സെയിലായിരുന്നു മാർച്ച് 2024 രണ്ടിനും കൊണ്ട് കിട്ടിയത്. അതായത് 2787 വാഹനങ്ങളുടെ വ്യത്യാസവും 47.73% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനങ്ങളാണ് ഇത് രണ്ടും. ഇനി അടുത്തായി നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഇതിന് കഴിഞ്ഞ മാസം 10418 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. മാർച്ച് മാസത്തിൽ 2024 11232 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 814 വാഹനങ്ങളുടെ വ്യത്യാസവും 7.25% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. 4 വാഹനങ്ങൾക്ക് ഡീഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണിത്. പക്ഷെ എന്തായാലും ഡീഗ്രോത്ത് ചെറുതായിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതുപോലെ തന്നെ 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം വീണ്ടും 10441 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ എന്ത് കണ്ടിട്ടാണ് സത്യത്തിൽ വെന്യൂന് ഇപ്പോൾ ഇത്രയും സെയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ഈ വാഹനത്തിൽ വരുന്നില്ല. പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണെങ്കിലും സോണറ്റും സൈറോസും ഒക്കെ നോക്കുമ്പോൾ വളരെ സിമിലറാണ്. പക്ഷേ എന്നിട്ടും ഈ വാഹനത്തിന് സോണറ്റ് ആയാലും സെറോസ് ആയാലും അതിനേക്കാളൊക്കെ കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട്. എന്തായാലും മാർച്ച് 2024 ഇതിന് 9614 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് ജസ്റ്റ് 827 വാഹനങ്ങളുടെ വ്യത്യാസവും 8.6% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലും സെയിൽസ് ഗ്രോത്ത് തന്നെയാണ് ഈ വാഹനത്തിൽ കാണിക്കുന്നത്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഈ വണ്ടി ഒരിടയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനമൊക്കെ ആയതായിരുന്നു. അതായത് SUVസിലല്ല, അല്ലാതെ തന്നെ ടോപ്പ് 10 കാർസ് എടുക്കുന്ന സമയത്ത്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം ജസ്റ്റ് 13669 വാഹനങ്ങളുടെ സെയിൽ ഇതിനെ കിട്ടിയിട്ടുള്ളൂ. മാർച്ച് 2024 12531 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. 1138 വാഹനങ്ങളുടെ വ്യത്യാസവും 9.08% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ് എന്ന് പറയാം.
ഇനി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ ക്ലാസിക്കും, അതായത് എന്നും ക്ലാസിക്കും രണ്ടിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 13,913 വാഹനങ്ങളുടെ സെയിലാണ് രണ്ടിനും കൂടെ ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 2024 15,151 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, 1,238 വാഹനങ്ങളുടെ വ്യത്യാസവും 8.17% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത്രയും വലിയ രണ്ട് വാഹനങ്ങളായിട്ടും ടോട്ടൽ കമ്പൈൻഡ് സെയിൽ ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പോഴും വീണ്ടും എടുത്തു പറയുന്നു. കാരണം അത്രയും ഈ വാഹനത്തിന് സെയിൽ അർഹിക്കുന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റിലും ആൾക്കാർ ഈ വാഹനം എടുക്കുന്നു എന്നുള്ളത്. അതും ക്ലാസിക്കിന് സെയിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി അടുത്ത ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 16,366 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 മാർച്ചിൽ 14,058 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 2,308 വാഹനങ്ങളുടെ വ്യത്യാസവും 16.42% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നെക്സോൺ. നെക്സോണിന് 2024 കമ്പാരിറ്റീവ്ലി സെയിൽ ഒരു ഇത്തിരി കുറവായിരുന്നെങ്കിലും 25 ആയപ്പോഴേക്കും പിന്നെയും സെയിൽ തിരിച്ചു പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 24 ഒരു പഞ്ചിൻ്റെ സെയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്, അതുകൊണ്ട് നെക്സോണിൻ്റെ സെയിൽ ഒരു ഇത്തിരി കുറച്ചായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ പിന്നെ രണ്ടും ഒരു നല്ല ബാലൻസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. വെന്യുവിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ബ്രസയും. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നും 2022 ശേഷം ഈ വാഹനത്തിലും വന്നിട്ടില്ല. പക്ഷെ എന്നാലും സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ടോപ്പ് പൊസിഷനിൽ ഈ വണ്ടി കാണും. 16,546 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം വന്നത്. നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 200 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. ബട്ട് സ്റ്റിൽ തേർഡ് പൊസിഷനിൽ ബ്രസ തന്നെയാണ്. 2024 മാർച്ചിൽ 14,614 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1,932 വാഹനങ്ങളുടെ വ്യത്യാസവും 13.22% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇതിനാണ് എന്നും വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ടാറ്റ പഞ്ച്. സെയിൽ ഞാൻ 2024 വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിനെ കുറച്ച് കുറവാണെന്ന് പറഞ്ഞുവെങ്കിലും ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസം 14,714 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ഇപ്പോഴും ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 2024 17,547 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലായിരുന്നു മന്ത് ഓൺ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ എന്നാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് 167 വാഹനങ്ങളുടെ വ്യത്യാസവും 0.95% ഗ്രോത്ത് റേറ്റും മാത്രമേ ഉള്ളൂ. അതായത് കൺസിസ്റ്റൻസി തന്നെയാണ് അതിൽ കാണാൻ പറ്റുന്നത്. വലിയ സെയിൽസിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ വ്യത്യാസമൊന്നും പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ഈ വണ്ടി തന്നെയായിരുന്നു കഴിഞ്ഞ മാസത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വാഹനം. അതായത് SUVസിലല്ല, ടോപ്പ് 10 വാഹനങ്ങളുടെ കേസിൽ 18,059 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. മാർച്ച് 2024 16,458 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. അതായത് 1,601 വാഹനങ്ങളുടെ വ്യത്യാസവും 9.73% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നത്. ഇത് പിന്നെ നമുക്കറിയാം, അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVs എടുക്കുകയാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഇത് തന്നെയായിരിക്കും. സെൽട്ടോസിനൊന്നും ഇതിനോട് പിടിച്ചേക്കാൻ പറ്റാറില്ല. കുറേയൊക്കെ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രാൻഡ് വിറ്റാരയാണ്, പക്ഷേ മിക്ക മാസങ്ങളിലും ഇത് തന്നെയായിരിക്കും അതിനെ കടത്തി വെട്ടാറുള്ളത്. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.